നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ഫീലിംഗ് ആണ്. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നതിനേക്കാൾ, നെഗറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും രൂക്ഷമാണ്, പവർഫുള്ളാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ എന്തൊക്കെ അപകടങ്ങളാണ് നമുക്കുണ്ടാകുന്നത്, ഈ നെഗറ്റീവായി ചിന്തിക്കുന്നത് വഴി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്യണം, ഈ നെഗറ്റീവ് ഫീലിംഗ് ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് പ്രാക്ടീസാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവായ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. താങ്ക് യു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും അതുപോലെ തന്നെ നല്ല വാക്കുകൾക്കുമെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു. നമ്മൾ പലപ്പോഴും ഒരു ഓട്ടത്തിലാണ്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അത് കഴിഞ്ഞ് വേറൊന്ന്. പ്രോബ്ലംസ്, കംപ്ലൈൻറ്റുകൾ, ആളുകളെക്കുറിച്ചിട്ടുള്ള കംപ്ലൈൻറ്റുകൾ, സാധനങ്ങളെക്കുറിച്ചിട്ടുള്ള കംപ്ലൈൻറ്റുകൾ, അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളിൽ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നല്ലതല്ല. നമുക്ക് സമാധാനം ഉണ്ടാവില്ല, സക്സസ് ഉണ്ടാവില്ല, ജീവിതത്തെ പൂർണ്ണതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാനും നമുക്ക് സാധിക്കില്ല. ഞാൻ നല്ലതല്ല, എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് ഉണ്ടാവുന്നത്, ഞാൻ തൊട്ട കാര്യമൊന്നും ശരിയാവില്ല, എനിക്ക് ഏത് കാര്യം തുടങ്ങിയാലും അത് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലൊരു സങ്കടമായിരിക്കും, അല്ലേ? മാത്രമല്ല എപ്പോഴും നമുക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമായിരിക്കും, സ്ട്രെസ്സായിരിക്കും. നമ്മുടെ ചിന്തകൾക്കെല്ലാം ഒരു പരിമിതി ഉണ്ടാവും, അതായത് ഒരു ലിമിറ്റ്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ, എനിക്കതൊന്നും പറ്റില്ല, എനിക്കതിനൊന്നും സാധിക്കില്ല എന്നൊക്കെ നമ്മൾ ഒന്ന് ഒതുങ്ങിക്കൂടുക എന്നൊക്കെ പറയില്ലേ. നമ്മളിൽ തന്നെ നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക. മുന്നോട്ട് പോവാനേ നമ്മൾ തയ്യാറാവില്ല. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മൾ ഒരുപാട് നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെയും അത് ബാധിക്കും. ഉറക്കക്കുറവുണ്ടാവും. ഈ ഒരു ഇഷ്യൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ മാത്രമല്ല, നമുക്ക് ചുറ്റിലുമുള്ള റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ, നമ്മുടെ കുടുംബത്തിനിടയിൽ എല്ലാം ഈ ഒരു പ്രോബ്ലം നമ്മളെ നന്നായിട്ട് ബാധിക്കും. ഈ ഒരു നെഗറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ചുമന്നുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ എവിടെ പോയാലും നമുക്ക് ചുറ്റിലും ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ്, ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ ഒരു നെഗറ്റീവ് ഫീലോടുകൂടി നമ്മൾ എന്ത് സംസാരിച്ചാലും, എന്ത് തൊട്ടാലും, എന്ത് ചെയ്താലും നെഗറ്റീവിനെ തന്നെയാണ് അട്രാക്റ്റ് ചെയ്യുക. അതാണ് നമുക്ക് സംഭവിക്കുക. ഒരു മാഗ്നറ്റ് പോലെയാണ് ഈ ഒരു എനർജി, നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നത്. അത് വീണ്ടും നമ്മളിൽ സങ്കടവും അസംതൃപ്തിയും നിരാശയും എല്ലാം ഉണ്ടാക്കുന്നു. നമുക്കുള്ളിലുള്ള ഈ ഒരു നെഗറ്റീവ് ചിന്തയോടുകൂടി, നമ്മളെക്കുറിച്ച് തന്നെയുള്ള നെഗറ്റീവ് ചിന്തയോടുകൂടി നമ്മൾ എവിടെ പോയാലും ശരി, ആ ഒരു കാര്യം കൂടി അത് നല്ലതായി നടക്കുകയുമില്ല, അത് ശരിയാവുകയുമില്ല. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെയാണ് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക? നമുക്കതൊന്ന് നോക്കാം. നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് മുന്നിലുള്ള കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ, വളരെ സ്ട്രോങ് ആണെങ്കിൽ, നമുക്ക് മുന്നിലുള്ള ഏത് കാര്യങ്ങളെയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതിലുള്ള ബ്യൂട്ടിയെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. എന്തു മനസ്സുകൊണ്ടാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്, അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കാണുന്ന കാഴ്ചയിലുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മാജിക്കും ബ്യൂട്ടിയും ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ചില പ്രാക്ടീസിലൂടെ നമുക്ക് ഉറപ്പായിട്ടും അത് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനും നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഗാന്ധിജിയുടെ ഒരു കോട്ടുണ്ട്. ഇതേ കാര്യം തന്നെ മൈക്കിൾ ജാക്സന്റെ ഒരു പാട്ടിലും പറയുന്നുണ്ടത്രേ. ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിച്ച ഒരു പവർഫുൾ മെസ്സേജാണത്രേ ആ മെസ്സേജ്. മാൻ ഇൻ ദ മിറർ, കണ്ണാടിയിലുള്ള വ്യക്തി. മൈക്കിൾ ജാക്സന്റെ ആ പാട്ട് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മെസ്സേജാണ്. ചേഞ്ച് ദ പേഴ്സൺ ഇൻ ദ മിറർ ആൻഡ് യുവർ വേൾഡ് വിൽ ചേഞ്ച്. കണ്ണാടിയിലുള്ള വ്യക്തിയെ നമുക്കൊന്ന് മാറ്റിയാൽ നമ്മുടെ ലോകം തന്നെ മാറും. ഇവിടെ പറയുന്ന കണ്ണാടിയിൽ കാണുന്ന വ്യക്തി നമ്മൾ തന്നെയാണ്. നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തന്നെയാണല്ലോ കാണുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ണാടിയിൽ കാണുന്ന വ്യക്തി ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ചുറ്റിലുമുള്ള ലോകം തന്നെ ചേഞ്ച് ആകുന്നു. ഇവിടെ പറയുന്ന ഈ ഒരു കോട്ടിൽ കണ്ണാടിയിൽ കാണുന്ന ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരിക?
ആ മാറ്റത്തിലൂടെ അയാളുടെ ജീവിതം തന്നെ മാറുമെന്നാണ്, അയാളുടെ ചുറ്റിലുമുള്ള ലോകം തന്നെ മാറുമെന്നാണ് പറയുന്നത്. പോസിറ്റീവായി മാറുമെന്നാണ് പറയുന്നത്. സന്തോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വരുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അപ്പോൾ ആ ഒരു നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? യെസ്, ഉറപ്പായും സാധിക്കും. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ. റോണ്ട ബേൺ മാജിക് എന്ന പുസ്തകത്തിൽ പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ പ്രാക്ടീസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഉറപ്പായും നമുക്ക് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന പക്ഷേ വളരെ പവർഫുള്ളായ ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദ മാജിക് മിറർ. നമ്മൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മാജിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഫാമിലിക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഹെൽത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, ഡെയിലി നിങ്ങൾ കാണുന്ന ആളുകൾക്ക് വേണ്ടി കൂടി നിങ്ങൾ മാജിക്കൽ പ്രാക്ടീസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാക്ടീസ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആവശ്യമായിട്ടുള്ളത് ആർക്കായിരിക്കും? ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് തന്നെയാണ്, നമുക്ക് തന്നെയാണ് ഈ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും. നല്ല ഫീലിങ്സിൽ നമ്മൾ സമ്പന്നമായിരിക്കും. അപ്പോഴാണ് ജീവിതത്തിൽ എല്ലാ സമ്പന്നതയും നമുക്ക് ഉണ്ടാവുക. എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുള്ളിൽ ഉണ്ടോ അത്രത്തോളം നമുക്ക് വീണ്ടും വീണ്ടും അബൻഡൻസ്, എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമ്പത്തുണ്ടാകുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ എന്താണോ ഉള്ളത് അത് തിരിച്ചെടുക്കപ്പെടും എന്നാണ് മാജിക് എന്ന പുസ്തകത്തിൽ പറയുന്നത്. ഈ ഒരു പവർഫുള്ളായ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ആ ഒരു ഫീലിങ്സോടുകൂടി നമ്മളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നിങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെയാണോ ഉള്ളത് അതിന് നന്ദി പറയുക. എന്തെങ്കിലും സന്തോഷം നമുക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ നന്ദി പറയുമല്ലോ. നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ നന്ദി പറയുമല്ലോ. ആ ഒരു ഫീലിങ്സോട് കൂടി തന്നെ നമുക്ക് നമ്മളോട് നന്ദി പറയാൻ സാധിക്കണം. മുന്നിലുള്ള വ്യക്തി, അതായത് നമ്മൾ, കണ്ണാടിയിൽ കാണുന്ന നമ്മൾ എങ്ങനെയാണോ, നമ്മൾ ഇപ്പോഴുള്ള നമ്മൾ എങ്ങനെയാണോ ആ നമ്മളെ നോക്കി നമ്മൾ നന്ദി പറയുക. അതായത് നമ്മൾ എങ്ങനെയാണോ ഉള്ളത്, ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതിന് ഞാൻ നന്ദി പറയുന്നു, ഞാനായിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു, താങ്ക് യു എന്ന് ഹൃദയത്തിൽ നിന്ന് നമുക്ക് പറയാം. ആ കണ്ണാടിയിൽ കാണുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് നന്ദി പറയാം. ഇനി ഈ ഒരു പ്രാക്ടീസ് ഒന്നുകൂടി പവർഫുള്ളാക്കാൻ നിങ്ങളെക്കുറിച്ച് തന്നെ സന്തോഷിക്കുന്ന 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുക. നിങ്ങളിലുള്ള 3 ഗുണങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുക. നമ്മളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല, ക്രിട്ടിസൈസ് ചെയ്യുകയില്ല. നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് ഒരിക്കലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യില്ല. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നല്ല വ്യക്തികളെ, നല്ല ഫ്രണ്ട്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യും. എപ്പോഴും നമ്മളിലും നമുക്ക് ചുറ്റും ഒരു സന്തോഷത്തിൻ്റെ ഫീല് എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ എവിടെ പോയാലും, ആരുടെ കൂടെ നിങ്ങൾ സംസാരിക്കുമ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു എനർജി നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും നല്ലതായിട്ട് ഫീലാവും. കണ്ണാടിയിൽ കാണുന്ന ആ ഒരു വ്യക്തിയെ, അതായത് നമ്മളെ തന്നെ, നമ്മുടെ ഇമേജിനെ തന്നെ നമ്മൾ നോക്കി നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറുന്നു. നമുക്കും നമ്മുടെ ചുറ്റും സന്തോഷവും ഉണ്ടാകുന്നു. മാജിക് എന്ന പുസ്തകത്തിൽ 27ാമത്തെ ലെസണിൽ പറയുന്നു, ഡേ നമ്പർ 27 ചെയ്യേണ്ട പ്രാക്ടീസ്, മാജിക്കൽ പ്രാക്ടീസ്. രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ അത് എഴുതുക. സ്റ്റെപ്പ് നമ്പർ 2, നമ്മളിന്ന് സംസാരിച്ച മാജിക് മിറർ പ്രാക്ടീസ്. ഓരോ പ്രാവശ്യം നമ്മളെ കണ്ണാടിയിൽ കാണുമ്പോഴും താങ്ക് യു എന്ന് ഹൃദയത്തിൽ നിന്നും ഫീലോടുകൂടി നന്ദി പറയുക. സ്റ്റെപ്പ് നമ്പർ 3, ഈ ഒരു പ്രാക്ടീസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളോട് തന്നെ കണ്ണാടിയിൽ നോക്കി നന്ദി പറയുക. സ്റ്റെപ്പ് നമ്പർ 4, അന്നത്തെ ദിവസം രാത്രി മാജിക് റോക്ക് പ്രാക്ടീസ്. അന്നത്തെ ദിവസത്തിൽ നടന്ന ഏറ്റവും നല്ല കാര്യം ഓർമ്മയിൽ കൊണ്ടുവന്ന് 3 പ്രാവശ്യം നന്ദി പറയുക. മാജിക് റോക്ക് കയ്യിലെടുത്ത്
3 പ്രാവശ്യം നന്ദി പറയുക. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ പ്രാക്ടീസ് ചെയ്യും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഉറപ്പായിട്ടും നമ്മുടെ ചിന്തകളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറുന്നു. കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറുന്നു, സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. അതാണല്ലോ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായത്. താങ്ക് യു സോ മച്ച് ഡിയർ ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.